അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസ്സലാമു അലാ അഷ്റഫിൽ മുസ്ലിമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയരെ, ഈ കഥയൊന്ന് ശ്രവിക്കുമല്ലോ. അതെ, ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കണ്ണീരിൽ കുതിർന്ന ഹജ്ജ് യാത്ര. സുന്ദരനായ ഫൗൽ ആബിദ് എന്ന ചെറുപ്പക്കാരൻ്റെ കരളലിപ്പിക്കുന്ന കഥനകഥ. തന്നെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വഞ്ചകിയും കുതന്ത്രശാലിയുമായ ജാരിയ കൂട്ടത്തിലുണ്ടായിരുന്നു. നിരവധി തവണ പരിശ്രമിച്ചിട്ടും തൻ്റെ ഈമാൻ പണയം വെക്കാൻ തയ്യാറാവാതിരുന്ന ആ സ്വഹാബി സ്റ്റേഷനെ ചതിച്ചു കെണിയിൽ വീഴ്ത്താൻ പഠിച്ച പണി 18 പയറ്റുകയായിരുന്നു ജാരിയ. അങ്ങനെ മണിക്കൂറുകൾ പിന്നിട്ടു. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ മെല്ലെ മെല്ലെ താഴ്ന്നിറങ്ങി. മഗ്രിബിൻ്റെ ബാങ്കൊലികൾ ആകാശമാകെ പൊങ്ങിയേർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതെ, ജാരിയുടെ കുതന്ത്രങ്ങൾ പുറത്തെടുക്കുന്ന രാത്രിയാണത്. അക്ഷരാർത്ഥത്തിൽ ഫളൽ ക്ഷീണിച്ച രാത്രി. യാത്രാക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങിപ്പോയി. ഫളലും ഉറങ്ങിപ്പോയി. ആ സമയം ജാരിയ തൻ്റെ അടിമയായ അസദിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ എനിക്ക് ഒരു സഹായം ചെയ്യണം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൊടി നീ ഫളിലിൻ്റെ മുഖത്ത് വീശണം. അവൻ ബോധരഹിതനായാൽ അവനെ എടുത്തെൻ്റെ കൂടാരത്തിൽ കൊണ്ട് കിടത്തണം. അസദ് പറഞ്ഞതുപോലെ ചെയ്തു. വീണ്ടും ജാരിയ അസദിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ എനിക്ക് ഒരു സഹായം കൂടി ചെയ്യണം. എൻ്റെ മുന്നിൽ കിടക്കുന്ന എൻ്റെ അടിമ സ്ത്രീ ഷഹീദ, അവളെ നീ വധിക്കണം. സുബ്ഹാനല്ലാഹ്, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? വധിക്കണമെന്നോ? ഇല്ല, ഞാൻ വധിക്കില്ല. നിനക്കതിനും കഴിയില്ലെങ്കിൽ ഞാൻ വധിക്കാം അവളെ എന്ന് പറഞ്ഞുകൊണ്ട് ജാരിയ ചാടി തൻ്റെ കടാരം എടുത്ത് അടിമ സ്ത്രീയുടെ കഴുത്തിൽ വെച്ചിറക്കി. ചോര ചീറ്റിയപ്പോൾ അടുത്തിരുന്നു കൊണ്ട് അസദ് തേങ്ങിക്കരിഞ്ഞു. ഫളിലിൻ്റെ ബോധം തെളിഞ്ഞതും ജാരിയ തൻ്റെ മുഴുവൻ ശക്തിയുമെടുത്ത് അലറാൻ തുടങ്ങി. ഇത് കേട്ട യാത്രാസംഘം എല്ലാവരും ഓടി വന്നു. അവർ ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ ജാരിയ കള്ളം പറയാൻ തുടങ്ങി. എന്നെ ഈ ഫളിൽ മാനഭംഗം പെടുത്താൻ തുടങ്ങി. അത് തടഞ്ഞ എൻ്റെ അടിമ സ്ത്രീ ഷഹീദ, അവളെ ഇവൻ വധിച്ചു കളഞ്ഞു. ജാരിയ പറയുന്നു, ഇപ്പോൾ തന്നെ ഇവനെ തൂക്കിക്കൊല്ലണം. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. ഫളിലിൻ്റെ കേസിൻ്റെ വിധി പറയുന്ന ദിവസം ഉമർ റളിയല്ലാഹു വിധി കൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു വിധി കൽപ്പിച്ചതിന് ശേഷം ഫളിലിനെ വിധിച്ചു ചോദിച്ചു, അവസാനമായി നിനക്കെന്തെങ്കിലും ഒരാഗ്രഹമുണ്ടോ? ഉണ്ട് നേതാവേ, മരണത്തിൻ്റെ ഗന്ധങ്ങൾ കാൽക്കൊന്നടിച്ചാലും ഈ ഫളിലിന് ഒരാഗ്രഹമുള്ളൂ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഉമർ റളിയല്ലാഹു അതിന് അനുവദിച്ചു. സുന്നത്ത് നിസ്കരിച്ചതും ആരെയൊക്കെ വിളിച്ച് കരയുന്നുണ്ട്. ആരെയാണത്? പെട്ടെന്നതാ ആകാശമാകെ കറുത്തിരുണ്ടു. എന്തു പറ്റി ആകാശത്തിന്? അതാ തൂക്കുരുമടത്തിനുള്ളിൽ നിന്ന് ദുൽദുൽ കുതിരയുടെ മേൽ ദുൽഫുക്കാർ വാളുമേന്തി വരുന്നു. ആരാണത്? അതേ, ഇസ്ലാമിലെ ധീരശൂര യോദ്ധാവ്, ശത്രുക്കളുടെ പേടി സ്വപ്നം അലിയുബിൻ അലി തോലിബ് റളിയല്ലാഹു. അലിയുബിൻ അലി തോലിബ് റളിയല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം തിരുനടപ്പാകെ ആദ്യം മുതൽ തുടങ്ങി. അദ്ദേഹം ജാരിയെ വിളിച്ചു സത്യം പറയാൻ പറഞ്ഞു. അയാൾ കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്നതാ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചത്. ജാരിയുടെ വയറ്റിൽ നിന്നും ഒരു പിഞ്ചു ബാലൻ പുറത്തു വന്നു കുറച്ചു സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ആ ബാലൻ്റെ സംസാരം നിലച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു ജാരിയെ വിളിച്ചു പറഞ്ഞു, അവസാനമായി നിനക്കെന്തെങ്കിലും ഒരഭിലാഷമുണ്ടോ? ഉണ്ട് നേതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ജാരിയ ഫളിലിൻ്റെ കാൽക്കൽ വീണു കണ്ണീരൊലിപ്പിച്ചു. അസ്സലാമു അലൈക്കും.